ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അപ്പൊ എന്തായാലും കയറി വരൂ. ചെരുപ്പ് കേട്ടോ, ചെരുപ്പിട്ടോ, ധൈര്യമായിട്ട് ചെരുപ്പ് കേട്ടോ. അപ്പോൾ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും മത്സര ഇനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ. ഇപ്പോൾ തന്നെ സമയം 8 മണിയോടെ ആവുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ, സിനിമാ താരങ്ങൾ ഈ വേദിയിലെത്തും. ഷൈൻ ടോൺ ചാക്കോ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഗാനവും എല്ലാം ആസ്വദിച്ചു വേണം നമുക്ക് പോകാൻ. ബാക്കിയുള്ള കുട്ടികൾ വരുന്നല്ലേ? പോയിന്റ് നിലയിൽ ഇപ്പോൾ കോഴിക്കോട് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നിൽ കണ്ണൂരുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്താണ്. തൊട്ടു പിന്നിൽ കണ്ണൂരുണ്ട്. കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഈ കലോത്സവ നഗരിൽ 2ാം ദിവസം പിന്നിടുമ്പോൾ കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ഗംഭീരമായ മത്സരങ്ങൾ നടക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒപ്പനയാണ് 1ാം സ്റ്റേജിൽ നടക്കുന്നത്. നാളെ മനോഹരമായ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒപ്പനയും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഡാൻസും നാളെ, ഹയർ സെക്കൻഡറി ഗ്രൂപ്പ് ഡാൻസും നാളെ ഉണ്ടാകും. ആ ഐറ്റമാണ് ഏറ്റവും പ്രേക്ഷകരെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ നാളെ മോണാക്റ്റും മിമിക്രി മത്സരവും നാളത്തെ പല വേദികളായി നടക്കുന്നത്. എന്തായാലും മത്സര ഇനത്തിൻ്റെ അടുത്ത ഐറ്റം നമ്മൾ കൂടുതൽ ചേർന്നേക്കോ. പേര് പറയൂ. സെലൻ. സെലൻ. ഒച്ചയില്ലല്ലോ. സെലൻ. ആ, പേര് പറയൂ. റിയ. റിയ, ചണ്ട വലുതല്ലോ. അതെ. അതെ. ഭാരമുണ്ടോ? ചെറുതായിട്ടുണ്ടോ? ഒന്നും വിഷയമല്ല അല്ലേ? അവിടെ ഒന്ന് റെഡിയായി വരുന്നുള്ളൂ അല്ലേ? ഇത് ഇന്ന് നിങ്ങൾ സ്കൂൾ പറഞ്ഞില്ലേ? സ്കൂളിൽ ചോദിച്ചില്ല കേട്ടോ, സോറി. സെന്റ് ട്രീസസ്, കണ്ണൂർ. കണ്ണൂർ ജില്ല. കണ്ണൂരും കോഴിക്കോടും നല്ല പോരാട്ടത്തിലാണ് അല്ലേ? കപ്പടിക്കോ? അപ്പൊ കോഴിക്കോടും മുന്നേറിക്കൊണ്ടിരിക്കാൻ തൊട്ട് മുന്നേ. പക്ഷേ ഞങ്ങൾ കൊല്ലംകാരും വരും. കൊല്ലത്ത് നടക്കുമ്പോൾ കൊല്ലം കൂടെ മേടിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മളെ പേരെങ്ങനെയാണ്? പവിത്ര. ഇപ്പം +1 ആണോ +2 ആണോ? 10th. ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. ഞാൻ വലുതായി തോന്നിയിട്ടല്ലേ ഈ +1 +2 എന്ന് പറഞ്ഞോണ്ടാ. അപ്പൊ ഇനിയും 2 വർഷം കലോത്സവത്തിൽ പങ്കെടുക്കണം അല്ലേ? ഉള്ള പേര് ദേവന അല്ലേ? അപ്പൊ ഇത് നല്ല ഭാരം ഉണ്ടല്ലോ. എനിക്ക് അവിടെ നിന്ന് എടുത്തു വെച്ച് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നി. രാവിലെ എപ്പോഴായിരുന്നു മത്സരം? അല്ല, കുറച്ച് നേരം കഴിഞ്ഞോളൂ അല്ലേ? എങ്ങനെ റിസൾട്ട് വന്നോ? ഇല്ല, നടന്നുകൊണ്ടിരിക്കാൻ ഒന്ന് നമുക്ക് A ഗ്രേഡ് കിട്ടും. നമുക്ക് ഉറപ്പിച്ചാലോ വന്നേക്കണം അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ഇവിടെ നിൽക്കല്ലോ. മത്സരത്തിന്റെ വിജയം അറിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡിയല്ലേ? ആരാണ് ലീഡ് പാടുന്നത്? അവിടെയാണല്ലേ? അപ്പോൾ ഇവിടെ വയ്ക്കാം. മടുത്തല്ലേ? ഇനി തോന്നി നിർത്തിക്കോളം പറയണ്ട. മടുത്തെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതിൽ പാട്ട് പാടുന്ന ആരാ ഉള്ളത്? വേണി ഇതൊക്കെ ഊരി വെക്കാം നമുക്ക്. പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടുന്ന ആരാ ഉള്ളത്? ആരാണ്? ഞാൻ പാടില്ല, നീ പാട്, നീ പാടില്ല, ഞാൻ പാടില്ല. അപ്പൊ ആരാന്ന് എനിക്ക് അറിഞ്ഞാക്കോളൂ. ആരാണ് പാട്ട് പാടുന്നത്? സത്യമായിട്ട് പറഞ്ഞാൽ മതി. പാട്ട് പാടൂല്ലേ? ചുമ്മാ ഇയാള് പാടുള്ളൂ അല്ലേ? പാടുന്ന ഇയാളുള്ളൂ. ടീച്ചർമാർ പാടുമോ? നിങ്ങളെ കൊണ്ടുവന്ന ടീച്ചർമാർ പാടുമോ? ആരാ പാടണ? പറ. ടീച്ചർ പാടുമോ? ഏത് ടീച്ചറാ പാടുന്ന? പറ. ആ, അമ്മ എവിടെ? അമ്മ വരൂ.
ഏയ് അമ്മ വരണം, അമ്മ പാടും എന്ന് പറ. അല്ല, അമ്മ പാടും, അമ്മ പാടും. അല്ലെങ്കിൽ മോളങ്ങനെ പറയില്ലല്ലോ. എന്നാ അവിടെ നിന്ന് പാടിയാൽ മതി. അമ്മ പാടില്ല എന്ന്. അമ്മ വീട്ടിൽ വെച്ച് പാട്ട് പാടും അല്ലേ, ഇവിടെ ഒന്നും പാടില്ല. അപ്പൊ നിങ്ങൾ ആരും പാടില്ല, അത് ഉറപ്പ് തന്നെയാണല്ലേ? വാശിയാണോ അതോ? അങ്ങനെയല്ല, പിന്നെ ഇപ്പം അങ്ങനെയാണ് അല്ലേ? എന്നാൽ ഒത്തിരി സന്തോഷം കേട്ടോ, ഈ സമയത്ത് ഞങ്ങളോടൊത്ത് സഹകരിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇനിയും ഒത്തിരി മത്സരങ്ങൾ പങ്കെടുക്കട്ടെ, നല്ല കലാകാരികളായി വളരട്ടെ, അതോടൊപ്പം പഠിത്തവും കൊണ്ടുപോവാം. ഓക്കെ, താങ്ക് യു. എന്തായാലും വേദികളിലേക്ക് ഇനിയും ആളുകൾ എത്തുന്നുണ്ട്. അടുത്ത കലാകാരന്മാരും റെഡിയായിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ദഫ്മുട്ടാണ് എന്ന് തോന്നുന്നു, അറവനമുട്ടാണ്, ദഫ്മുട്ട് ഇത് പറയാൻ പറ്റില്ല, വട്ടപ്പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മത്സര ഇനങ്ങളിലേക്ക് നിരവധി പ്രേക്ഷകർ എത്തുന്നുണ്ട്. അത്രമാത്രം ഗംഭീരമായ കലോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ 15 വർഷത്തിന് ശേഷം കൊല്ലത്തിലെത്തുമ്പോൾ അതൊരു ആഘോഷമാക്കിയിരിക്കുകയാണ് കൊല്ലംകാർ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഈ കലോത്സവ വേദിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 24 സ്റ്റേജുകളിലായി മത്സരങ്ങൾ നടക്കുന്നു. 14,000-ഓളം വിദ്യാർത്ഥികളാണ് ഈ കൊല്ലത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. എന്തായാലും വലിയ രീതിയിൽ ആഘോഷമാക്കുന്ന ഒരു കലോത്സവമാണ്. നിങ്ങൾ റോഡിൽ നിൽക്കരുത്, മാർഗതടസ്സം ഉണ്ടാക്കരുതെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പം ഈ ഐറ്റം കളിക്കാൻ തുടങ്ങുമല്ലോ നമ്മൾ. ഒരു മിനിറ്റ്. അപ്പം ഐറ്റം തുടങ്ങാല്ലേ? പേരെങ്ങനെയാണ്? മുഹമ്മദ് ഇർഫാൻ. എവിടെയാണ്, ഏത് സ്കൂളാണ്? മമ്പറ ഹയർ സെക്കൻഡറി, കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല അല്ലേ? മമ്പറ ഹയർ സെക്കൻഡറി, കണ്ണൂർ ജില്ല. പേര്? മുഹമ്മദ് ജൗഹർ. മുസ്തഹീൻ. സൗണ്ട് മുസ്തഹീൻ. അമൽ യാസീൻ. മുഹമ്മദ് ഫർഹാൻ. മുഹമ്മദ് ഷിദിൽ. മുഹമ്മദ് PC. മുഹമ്മദ് കെ. സാഹിൽ സാബിർ. തൻഹാൻ. അപ്പം ഇത് അർബനമുട്ടല്ലേ, അല്ല ദഫ്മുട്ടല്ലേ? ഇരിക്കുകയൊക്കെ ചെയ്യണോ, നിന്ന് തന്നെ ചെയ്തപ്പോലെ അങ്ങനെ സംഭവം ചെയ്തോ അല്ലേ? അപ്പൊ ആരാ ലീഡ് പാടുന്ന ആരാ? അപ്പൊ ഞാൻ അവിടെ വന്നല്ലോ, മൈക്ക് പിടിച്ചു കൊടുക്കണ്ടേ? റെഡി, തുടങ്ങാം. ഗ്രേഡാണോ? റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നില്ല അല്ലേ? കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നോ? ഇല്ല, കഴിഞ്ഞ വർഷം പങ്കെടുത്തില്ല. ഇല്ല അല്ലേ? ആരാണ് മാഷ്? മാഷ് അവിടെയുള്ള മാഷിന്റെ പേര്? ദാവൂദ്. മാഷിന്റെ എത്ര ടീമുണ്ട്? 7 ടീം. മാഷിന്റെ 7 ടീമുണ്ട്. 7 ടീമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണോ അതോ? അല്ല. അപ്പൊ മാഷിന് ഏത് ടീമിനോട് സ്നേഹം എന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാരോടും സ്നേഹം ഉണ്ടാവില്ല. അല്ല, എങ്കിലും ഒരു ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കില്ല, ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞില്ല. മാഷിന് ഏത് ടീമിനോടാ ഏറ്റവും കൂടുതൽ സ്നേഹം? അങ്ങനെയല്ല കേട്ടോ, മാഷന്മാരെല്ലാവരോടും സ്നേഹമുള്ളവരാണ്. അതുകൊണ്ടല്ലേ 7 ജില്ലയിൽ നിന്നും 7 ടീമിനെ കൊണ്ടുവന്ന് വിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നു അല്ലേ? അപ്പൊ ഒത്തിരി സന്തോഷം. മാപ്പിളപ്പാട്ട് പാടുന്ന ആരെയും അതിനകത്ത് നല്ല നല്ലൊരു മാപ്പിളപ്പാടം പഠിക്കേ, നല്ലൊരു മൈക്ക് പിടിച്ച് നല്ലൊരു മാപ്പിളപ്പാട്ട് പഠിക്കേ, നല്ലൊരു മാപ്പിളപ്പാട്ട് പഠിക്കേ. എന്നാ ഏതാണെങ്കിൽ കുഴപ്പമില്ല, പഠിക്കേ. മൈക്ക് അടുപ്പിച്ച് വെച്ചോടി. റെഡി റെഡി. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്ത
കുഞ്ഞിത്തത്തേ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ കൽപ്പിച്ചു റബ്ബേ നിനക്കേകിയ മലർമുട്ടിൽ കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങേ കൽപ്പിച്ചു റബ്ബേ നിനക്കേകിയ മലർമുട്ടിൽ